കേരള ഘടകം മാനസിക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് മാനസികാരോഗ്യ വാരമായി ഈ വർഷം ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ വിഷയത്തിൽ പ്രഭാഷണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇത് 3ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രഭാഷണ വിഷയങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരുടെ അറിവിലേക്കായിട്ട് ഒന്നുകൂടി പറയുകയാണ്. ആദ്യത്തേത് കുട്ടികളിലെ കുറ്റവാസന, അത് കഴിഞ്ഞു. 2ാമത്തത് സാമ്പത്തിക പ്രതിസന്ധിയും മാനസികാരോഗ്യവും, അത് 5ാം തീയതി കഴിഞ്ഞു. ഇന്നത്തെ വിഷയം ലൈംഗികതയും മാനസികാരോഗ്യവും. ഈ വിഷയം അവതരിപ്പിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ സുപരിചിതനായ ഡോക്ടർ CJ ജോണാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും മാനസിക രോഗത്തെക്കുറിച്ച്, മനഃശാസ്ത്ര സംബന്ധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരം സംവദിക്കുകയും എഴുതുകയും അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആത്മഹത്യ പോലുള്ള വളരെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിരന്തരം സമൂഹ മധ്യത്തിലിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കേരളത്തിലെ സാക്ഷരരായുള്ള എല്ലാവരുടെയും, പത്രവും മാസികകളും വായിക്കുന്ന എല്ലാവർക്കും CJ ജോൺ സാർ സുപരിചിതനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഇവിടത്തേക്കുള്ള വരവില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ അംഗങ്ങളായുള്ള തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രാധാന്യം. കഴിഞ്ഞ മാസം നടന്ന ഞങ്ങളുടെ സ്റ്റേറ്റ് കോൺഫറൻസ് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി കേരള ഘടകത്തിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ്, അങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹം കൈയേറ്റതിന് ശേഷം ആദ്യമായാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള, പ്രത്യേക താല്പര്യമുള്ള ഒരു മേഖലയായ പൊതുജനങ്ങളോട് സംവദിക്കുക എന്ന ഒരു കടമ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ സഹർഷം സാദരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ അടുത്തതായി വേദിയിലുള്ളത് ഡോക്ടർ അബ്ദുൽ ബാരി. അദ്ദേഹവും കേരളത്തിലെ മനഃശാസ്ത്ര മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് വളരെ സുപരിചിതനാണ്. കേരളത്തിലെ വാരികകളിൽ വളരെ ലളിതമായി മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതുകയും പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യം, IMAയുടെ നമ്മുടെ ആരോഗ്യം മാസികയിൽ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയും പൊതുജനങ്ങളെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ബോധവാനാക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ലളിതമായി, വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങളെ വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിവരിക്കാൻ കഴിവുള്ള ബാരി സാർ നമ്മുടെ തിരുവനന്തപുരം മാനസിക രോഗാശുപത്രിയുടെ സൂപ്രണ്ടായി ശേഷമാണ് വിരമിച്ചത്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. വേദി പ്രഭാഷകനും മോഡറേറ്റർക്കും കൈമാറുന്നു. നന്ദി. CJ ജോൺ സർ, ഈ ഒരു പ്രഭാഷണം കേൾക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ,
ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകത്തിൻ്റെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. മൂന്നാമത്തെ ദിവസമായ ഇന്ന് ലൈംഗികതയും മാനസികാരോഗ്യവും എന്ന വിഷയത്തെപ്പറ്റിയുള്ള പ്രഭാഷണമാണ്. വിഷയത്തെപ്പറ്റി ഒരു വാക്ക്, ഏറ്റവും പ്രസക്തവും പ്രാധാന്യമേറിയതുമായ വിഷയമാണ്. അത് ഒരുപക്ഷെ അത് കൈകാര്യം ചെയ്യുവാൻ, അതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വളരെ ബ്രോഡായിട്ടുള്ള ഒരു വിഷയമാണ്. ലൈംഗികത എന്ന് പറയുമ്പോൾ ഒരുപാട് മാനങ്ങളുണ്ട്. സാമൂഹികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള സംഗതികൾ, ലൈംഗിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ലൈംഗികത സമൂഹത്തിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, അതിനോടുള്ള സ്റ്റിഗ്മ പോലെയുള്ള കാര്യങ്ങൾ, അതേക്കുറിച്ച് ഉള്ള ചർച്ചകൾക്കുള്ള പരിമിതികൾ ഒക്കെ ഉണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും ലൈംഗിക പ്രശ്നങ്ങൾ, ദമ്പതികൾ നേരിടുന്ന വിവിധ ലൈംഗിക പ്രശ്നങ്ങൾ, അത് തന്നെ വലിയൊരു വിഷയമാണ്. ലൈംഗിക വൈകൃതങ്ങൾ അതൊരു വിഷയമാണ്. മാനസിക രോഗികൾ ചികിത്സയുടെ ഫലമായി ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ, അത് മറ്റൊരു വലിയൊരു വിഷയമാണ്. ഒരു പക്ഷേ 1 മണിക്കൂറിന് ശേഷം എറണാകുളത്തേക്ക് മടങ്ങേണ്ട ഡോക്ടർ CJ ജോൺ സാറാണ് നമ്മോട് തന്നെ സംസാരിക്കുന്നത്. അത് തുടർന്ന് സമയം അനുവദിക്കുകയാണെങ്കിൽ ചോദ്യോത്തരത്തിനായി കുറച്ച് സമയം കൂടി നീക്കിവെക്കാനൊക്കെ കഴിയും എന്ന് കരുതുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി ഒക്കെ ആളുകൾ ഇവിടെ ഉണ്ട്. ഡോക്ടർ CJ ജോൺ സാറിനെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ മാനസികാരോഗ്യ രംഗത്തെ കേരളത്തിലെ എന്നല്ല തെക്കേ ഇന്ത്യയിലെ വളരെ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹം സാധാരണ ഒരു ഡോക്ടർ എന്നതിലുപരി വിഷയങ്ങൾ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിനും മലയാളത്തിലും ഇംഗ്ലീഷിലും നന്നായി സംസാരിക്കുന്നതിനും എഴുതുന്നതിനും ഒക്കെ പ്രാഗൽഭ്യമുള്ള ആളാണ്. നല്ലൊരു സംഘാടകനാണ്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകം വൈസ് പ്രസിഡന്റാണ്. അടുത്ത വർഷത്തെ ഡോക്ടർമാരുടെ സംഘടനയുടെ സൈക്കാട്രിസ്റ്റുമാരുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. എൻ്റെ സീനിയറാണ് അദ്ദേഹം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് MBBS ചേർന്ന ആ വർഷത്തെ ഇലക്ഷനിൽ CJ ജോൺ നമ്മെ നയിക്കും എന്ന മുദ്രാവാക്യമാണ് നമ്മളെ കേൾക്കുന്നത്. അദ്ദേഹം അവിടെ ചെയർമാനായിട്ട് മത്സരിച്ചിരുന്നു എന്ന സമയം. ഏതായാലും പിൽക്കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടർമാരുടെ സംഘടനയെ നയിക്കുവാനുള്ള ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം വരികയുണ്ടായി. പക്ഷെ അദ്ദേഹം സീനിയറാണെങ്കിലും എന്നെക്കാൾ യുവാവായാണ് അദ്ദേഹം കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചടുലമായ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ വളരെ വേഗതയേറിയ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഒരു പക്ഷെ അദ്ദേഹത്തെ അപ്രകാരം നിലനിർത്തുന്നത്. എറണാകുളത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആളുകൾ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ എടുക്കുകയും ധാരാളം പേര് ഒത്തുകൂടിയില്ല എന്നുള്ളതിലുള്ള ഒരു വിഷമം സാറിനെ അറിയിക്കുന്നു. അതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഞായറാഴ്ച ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറെ കൂടി ആൾക്കാർ നമ്മോടൊപ്പം ചേരും എന്ന് നമ്മൾ കരുതുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഡോക്ടർ CJ ജോൺ സാറിനെ അതേപോലെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ അബ്ദുൾ ബാരി തന്നെ മോഡറേറ്റ് ചെയ്യുന്ന ഈ സെഷനിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഒരു യോഗത്തിൽ മാനസിക രോഗാശുപത്രിയിൽ രോഗികളുടെ നന്മ കാക്ഷിക്കുന്ന സൂപ്രണ്ടന്മാരുടെ 1-2 പേരുടെ പേര് പറഞ്ഞു. ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൾ ബാരിയുടെ പേര് പറഞ്ഞു. അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹം പൊതുവിൽ മാനസിക രോഗ ആശുപത്രികളെ കുറിച്ചിട്ട് കുറ്റം പറയുന്ന ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളൊരു സമൂഹത്തിൽ നല്ലത് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. പക്ഷെ നമുക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് മെന്റൽ ഹോസ്പിറ്റൽസ് നയിക്കുന്ന ഡോക്ടർമാരെ കുറിച്ചിട്ട് നല്ല വാക്ക് പറഞ്ഞു വലിയ സന്തോഷത്തിന് അതിന് ഡോക്ടർ അബ്ദുൾ ബാരി നിമിത്തമായി എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഡോക്ടർ അബ്ദുൾ ബാരിയുടെ മോഡറേഷനിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് സന്തോഷമാണ്. വിശ്രമം കഴിഞ്ഞാണ് ലൈംഗികത. ഒരുപക്ഷെ ഈ ടോക്കിനും ഒരു ഞായറാഴ്ചയുടെ വിശ്രമത്തിന്റെ ആലസ്യം കഴിഞ്ഞാകാം എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്. നമ്മൾ ഇത്രയും പേരുണ്ട്. നമുക്കാകുന്ന വിധത്തിൽ ഈ ലൈംഗികതയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യും. 2006 WHO ലൈംഗികതയെ കുറിച്ചിട്ടൊരു സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചിട്ടൊരു നിർവചനം നൽകിയിട്ടുണ്ട്. WHO ഓർഗനൈസേഷന്റെ പതിവ് ശൈലികൾ അനുസരിച്ചിട്ട്
മെൻ്റൽ, സോഷ്യൽ, ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഡെഫിനിഷനാണ്. അതിൻ്റെ കൂടെ പക്ഷെ ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പോസിറ്റീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ അപ്രോച്ച് ടു സെക്ഷുവാലിറ്റി ആൻഡ് സെക്ഷൽ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിരിക്കണം, ആദരപൂർവമായിട്ടുള്ള ഒരു സമീപനമായിരിക്കണം ലൈംഗികതയോടും ലൈംഗിക ബന്ധങ്ങളോടും, പോസിബിളി റിസൾട്ടിങ് ഇൻ പ്ലഷറബിൾ ആൻഡ് സേഫ് സെക്ഷൽ എക്സ്പീരിയൻസ്. സുഖകരവും ആഹ്ലാദകരവും ആയിട്ടുള്ള ലൈംഗിക അനുഭൂതിയോടാണ്, അത് സുരക്ഷിതവുമായിരിക്കണം. കാരണം ഈ സുരക്ഷ എന്ന് പറയുന്ന തലത്തിനൊക്കെ ലൈംഗികതയിൽ വലിയ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് HIV പോലുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം വലിയ പ്രാധാന്യമാണ് സുരക്ഷിതമായിട്ടുള്ള ലൈംഗികത. പിന്നീട് പറയുന്നത് ഫ്രീ ഓഫ് കോയറഷൻ, വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ബലപ്രയോഗം, ബലാത്സംഗം, അക്രമം, വേർതിരിവ് ഇതൊന്നും ഇല്ലാത്തതായിരിക്കും. അടുത്ത തലത്തിൽ പറയുന്നത് സെക്ഷൽ റൈറ്റ്സ് ടു ബി ഓണർ. ലൈംഗികമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, പരിപാലിക്കപ്പെടണം. ഇത്രയും കാര്യങ്ങളാണ് ആ ഡെഫിനിഷനിൽ വരിക. അപ്പോൾ സെക്ഷുവാലിറ്റിയിലേക്ക് അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്ഷുവാലിറ്റിയുടെ ഒരു വികാസത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് സെക്സ് തന്നെയാണ്. പിന്നെ ലൈംഗിക സ്വത്വമുണ്ട്, സെക്ഷൽ ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് എന്നുള്ള ചിന്തകൾ വളരുന്നൊരു ഘട്ടമുണ്ട്. സെക്ഷൽ റോൾസ് ഉണ്ട്, സെക്ഷൽ ഓറിയന്റേഷൻ ഉണ്ട്. ഇത് വളരെ വിവാദപൂർവമായിട്ടൊരു ഒരു തലമാണ്. സെക്ഷൽ ഓറിയന്റേഷൻ ഉണ്ട്. ഇതെല്ലാം ജീവിതകാലത്തിൽ ഭംഗിയായി നടക്കണം. അതിൻ്റെ ആവിഷ്കാരം ഉണ്ടാകണം, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവാം, അതിനെക്കുറിച്ചിട്ടുള്ള കൽപ്പനകൾ ഉണ്ടാവാം, അതിനെക്കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അതിനെക്കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവാം, നിലപാടുകൾ ഉണ്ടാവാം. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഇതൊന്നും അനുഭവേദ്യമാവണമെന്നില്ല. ഒരു ജീവിതകാലത്തിൽ ഇതെല്ലാം അനുഭവേദ്യമാകണമെന്നില്ല. ഇത്രയും പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വന്യമായിട്ടൊരു ഭാവം. കയർ ഊരി വിട്ട് കഴിഞ്ഞാൽ ചാടി അതെവിടേക്കെങ്കിലും കൊടുക്കും. കാണുമ്പോൾ കാണുന്ന ലൈംഗികമായിട്ടൊരു ഉദ്ദീപനം തരുന്ന ഒരാളോട് നമുക്ക് ലൈംഗിക ആകർഷണം തോന്നും, ലൈംഗിക വീഴ്ച നടത്തുന്നത് വരെ തോന്നും. അവിടെയാണ് സാമൂഹികമായിട്ടുള്ള വിലക്കുകളും മനുഷ്യൻ എന്നുള്ള നിലയിൽ തലച്ചോറ് വികസിച്ചിട്ട് നമുക്ക് കോർട്ടെക്സിന്റെ തലച്ചോറിന്റെ കൺട്രോളിന്റെ ഒക്കെ ചില അംശങ്ങൾ വന്നിട്ട് നമുക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ വരുന്നു. ലൈംഗികതയും മാനസികാരോഗ്യവും എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞത് ഫ്രോയിഡാണ്. ഫ്രോയിഡിന്റെ തിയറികൾ പലതും ഇപ്പോൾ വളരെ അപ്രസക്തമാണ്. എന്നിരുന്നാലും ഫ്രോയിഡ് പറഞ്ഞു വെച്ചത് ചെറുപ്പകാലം തൊട്ടേ ഒരു 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനോവികാസത്തിൽ എവിടെയെങ്കിലും തളച്ചിടപ്പെട്ട് കഴിഞ്ഞാൽ ആ തളച്ചിടപെടലിന്റെ ആ ഫിക്സേഷന്റെ ഫലമായിട്ടാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള തലത്തിലാണ് ഫ്രോയിഡ് പറഞ്ഞു വെച്ചത്. ഇതിന്റെ ഘട്ടങ്ങളിലാണ് നമ്മൾ വളരെ മാധ്യമങ്ങളിലും നോവലിസ്റ്റുകളും അല്ലെങ്കിൽ കഥാകാരന്മാരൊക്കെ ആഘോഷിക്കുന്ന ഈഡിപ്പസ് കോംപ്ലക്സും എലക്ട്ര കോംപ്ലക്സും കാസ്ട്രേഷൻ ആൻസൈറ്റി അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നിരുന്നത്. അപ്പൊ എന്തായാലും ഫ്രോയിഡ് പറഞ്ഞു വെച്ചതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണക്കാക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, ലൈംഗികതയും മാനസികാരോഗ്യമായിട്ട് ബന്ധമുണ്ട്. അതിനപ്പുറത്തേക്ക് പോകണ്ട. ചരിത്രപരമായിട്ട് ഫ്രോയിഡിന്റെ ചില കാര്യങ്ങളിൽ നമ്മൾ ആറ്റിക്കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാചകത്തിനാണ് പ്രസക്തി കൂടുതൽ. എവിടെ നിന്നാണ് ഈ ലൈംഗികത വരുന്നത്? തലച്ചോറുണ്ട്, നാഡീവ്യൂഹങ്ങളുണ്ട്, തലച്ചോറിലുള്ള രാസപദാർത്ഥങ്ങളുണ്ട്, ലൈംഗികത ഉദ്ദീപിപ്പിക്കുന്ന ഉണർത്തുന്ന ശാരീരിക അവയവങ്ങളുണ്ട്. ഇതിനെയെല്ലാം താലോലിക്കുന്ന മറ്റു ഹോർമോണുകളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ലൈംഗികതയ്ക്ക് ഒരു ബയോളജിയുണ്ട്. പക്ഷെ ബയോളജി കൊണ്ട് മാത്രം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ലൈംഗികതയുടെ സവിശേഷത. അതിനോടൊപ്പം മനസ്സ് ചേരുന്നുണ്ട്, സാമൂഹിക കാഴ്ചപ്പാടുകൾ ചേരുന്നുണ്ട്, സാംസ്കാരികമായിട്ടുള്ള ചില ചിന്തകൾ ചേരുന്നുണ്ട്, മതപരമായിട്ടുള്ള ചിന്തകൾ ചേരുന്നുണ്ട്. സത്യത്തിൽ ലൈംഗികതയുടെ തിരക്കഥ രൂപീകരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഈ തിരക്കഥ രൂപീകരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്ത വാക്കാണ്.
വളരെ ചീത്ത കാര്യമായിട്ടാണ് പണ്ട് മുതലേ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ ചുരമാന്തുന്ന വന്യമായിട്ടുള്ള ഈ ലൈംഗിക ചിന്ത കയറ് പൊട്ടിച്ച് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് മതപരമായിട്ട് കുറെ ചിന്തകൾ, കുറച്ചൊക്കെ വികലമായിട്ടുള്ള ചിന്തകളാണെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ട് നമ്മുടെ ധാർമ്മികതയെ ഒരു അല്പം ഒന്ന് ഒരു കർക്കശക്കാരനാക്കി നിർത്തുന്ന ഒരു നിലപാട് മതങ്ങളും അല്ലെങ്കിൽ ആത്മീയതയും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. സ്വയംഭോഗം ചെയ്ത പാപമാണ്, സ്വപ്നസ്ഖലനം ഉണ്ടായി കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്, ഏതെങ്കിലും വിധത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ അറിവോടെയോ അറിവില്ലാതെയോ മറ്റൊരു പുരുഷനുമായിട്ടൊരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, വിവാഹപൂർവ്വരീതി പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ ധാർമ്മികതയിൽ അടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? അതിഭീകരമായിട്ടുള്ള ധാർമ്മികത, വികലമായിട്ടുള്ള ചിന്തകളിൽ ഊന്നിയിട്ടുള്ള ധാർമ്മികത ഉരുത്തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈംഗികതയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് കുറ്റബോധങ്ങൾക്ക് സാധ്യതയുണ്ടാവും. ധാത് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു സിൻഡ്രോമിനെ കുറിച്ചിട്ട് മാനസികാരോഗ്യത്തിൽ പറയാറുണ്ട്. ബീജം, ഒരു പുരുഷന് ബീജം പുറത്തു പോകുന്നതിലുള്ള ഉത്കണ്ഠകളാണ് അതിൻ്റെ വളരെ ലളിതമായിട്ട് പറഞ്ഞാലുള്ള പ്രശ്നം. ബീജം ഉറക്കത്തിൽ പോവാം, അല്ലാതെ പോവാം, മൂത്രവിസർജനം ചെയ്യുമ്പോൾ പോവാം. ഇതൊക്കെ കാണുമ്പോൾ ഇത് അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക അസ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ ഉത്കണ്ഠകളിലേക്ക് അവൻ വലിച്ചെറിയുന്നു. ഇതെല്ലാം ഒരു വികല സങ്കല്പങ്ങളുടെ സൃഷ്ടിയാണ്. സൈക്യാട്രിസ്റ്റുകൾക്കറിയാം, പണ്ടെങ്ങോ നടന്നിട്ടുള്ള ഒരു ലൈംഗിക അനുഭവം, ഒരുപക്ഷെ നിർബന്ധപൂർവമായിട്ടുള്ള ലൈംഗിക അനുഭവമായിരിക്കാം, അതിന്റെ വിഹുലതകൾ മനസ്സിൽ കയറി ആ സ്ത്രീ വിവാഹ ജീവിതത്തിൽ വരുമ്പോൾ പോലും ആ വിഹുലതകളും കുറ്റബോധവും കയറിയിട്ട് വിവാഹ ജീവിതം തന്നെ ആകെ അവതാളത്തിലാകുന്ന വിധത്തിൽ ഉള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥകൾ കാണും. ഇതും കർക്കശമായിട്ടുള്ള ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മനസ്സും തലച്ചോറും സാമൂഹികമായിട്ടുള്ള അവസ്ഥകളെല്ലാം ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ലൈംഗികത എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് മനസ്സിന്റെ അവസ്ഥകൾ ലൈംഗികതയെ ബാധിക്കാം. അടുത്ത വിഷാദത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ലൈംഗികത തണുത്തു പറയും. ഡിപ്രസീവ് ഡിസോർഡേഴ്സിന്റെ ലോസ് ഓഫ് ലിബിഡോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുന്നു എന്ന് പറയുന്നത് ഒരു സവിശേഷമായിട്ടുള്ള ലക്ഷണം തന്നെയാണ്. പണ്ടത്തെ പോലെ ഒരു താല്പര്യമില്ല. ഭാര്യമാർ പോലും, ഇണകൾ പോലും അമ്പരക്കാൻ തുടങ്ങി. ഇതെന്താ പണ്ടത്തെ പോലെ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ആ തരത്തിലൊരു ശൈത്യത്തിലേക്ക് പെട്ടെന്ന് പോകും. അതൊരു രോഗലക്ഷണമാണ്. വിഷാദത്തിന്റെ മറ്റൊരു വശമായിട്ടുള്ള ബൈപോളാർ ഡിസോർഡറിലൊക്കെ ഉണ്ടാകുന്ന ഹൈപ്പോമാനിയ അല്ലെങ്കിൽ മാനിയ പോലുള്ള അവസ്ഥകളിൽ പലപ്പോഴും അതിന്റെ ഭാവമായിട്ട് ആദ്യം വരുന്ന ലക്ഷണം ലൈംഗികതയിലുള്ള അമിതമായിട്ടുള്ള താല്പര്യമായിരിക്കും. ഓവർ സെക്ഷുവാലിറ്റി. അത് ഭാര്യയോട്, സ്വന്തം ഇണയോടാകാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടുള്ള ലൈംഗിക ആകർഷണവും പെരുമാറ്റ പ്രശ്നങ്ങളും ആവാം. അപ്പൊ ഈ മനസ്സിന്റെ ഭാവങ്ങൾ നമ്മുടെ തലച്ചോറും മനസ്സും തമ്മിൽ ചേർന്നിട്ടുള്ള ഈ കൂട്ടായ്മയെ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വൈകാരിക ഭാവങ്ങൾക്ക് വലിയ 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 സ്ഥാനം ഉള്ള ഒരു മേഖലയാണ് സെക്ഷുവാലിറ്റി. രോഗാവസ്ഥകളിലും അതിന് മാറ്റിമറിച്ചിട്ടുണ്ടാവും. ഡോക്ടർ അബ്ദുൽ ബാരി പറയുകയുണ്ടായി, രോഗാവസ്ഥകളുടെ അതിൻ്റെതായിട്ട് തന്നെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രഭാഷണം തന്നെ വക നൽകുന്ന ടോപ്പിക്കാണ്. പക്ഷെ ഞാനിത് അതിന്റെ ഒരു ചില സൂചനകൾ മാത്രമേ തരുന്നുള്ളൂ. സെക്സ് ആൻഡ് മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് രാഷ്ട്രീയക്കാരുടെ ധാർമ്മികത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ധാർമ്മികത എന്നുള്ളതൊക്കെ വലിയ വിഷയങ്ങളാണ്. ധാർമ്മികത ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ശാസ്ത്രബോധമുള്ള ഒരാളുടെയോ മേഖലയല്ല. പക്ഷെ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ധാർമ്മികത എന്ന് പറയുന്ന ചില നിർവചനങ്ങൾ അതിന് വരും. ഇതിന് ഞാൻ ആശ്രയിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഡോക്ടർ ജോൺ ബാങ്ക്രോഫ്റ്റിനെയാണ്. ഡോക്ടർ ജോൺ ബാങ്ക്രോഫ്റ്റ് പറയുന്നത് എന്താണ് ഇമ്മൊറാലിറ്റി? ഒരു ലൈംഗികതയിൽ ചൂഷണാത്മകമായിട്ടൊരു സ്ഥിതി ഉണ്ടാവുന്നുവെങ്കിൽ അത് ഇമ്മൊറാലിറ്റി ആയിട്ട് പറയും. അതായത് നിങ്ങളുടെ ഓഫീസിലെ ജീവനക്കാർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വഴങ്ങി തന്നാൽ എന്നുള്ള രീതിയിൽ
അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ചൂഷണമുണ്ട്. വൈകാരികമായിട്ടുള്ള ഒരു വിഷമമുള്ള ഒരാളെ ആ വൈകാരിക അവസ്ഥയെ ചൂഷണം ചെയ്തിട്ട് ലൈംഗികതയിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിലൊരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. കൊച്ചു കുട്ടികൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുമ്പം അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതും അവർ തുറന്നു പറയില്ല എന്നുള്ള ചില ദുർബലതകളുമാണ് അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. അതിലും വേണമെങ്കിൽ നമുക്ക് ഇമ്മൊറാലിറ്റി എന്ന് പറയാം. കോയറസീവ് ആയി കഴിഞ്ഞാലും അതിന് ഇമ്മൊറാലിറ്റി പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലാത്കാരമായിട്ട് ഇഷ്ടത്തിന് വിപരീതമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലും ഇമ്മൊറാലിറ്റിയുടെ ഇഷ്യൂസ് വരാം. അപ്പം ഇമ്മൊറാലിറ്റിയെ പലരും പല രീതിയിലാണ് കാണുന്നത്. അപ്പം എനിക്ക് വന്നിട്ടുള്ളൊരു കേസ്, ഈ കുട്ടിക്ക് 14 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഈ 14 വയസ്സുള്ള കുട്ടി ആശുപത്രിയിൽ വരുന്നത് നിരന്തരമുള്ള ഛർദ്ദിലിനാണ്. പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. വേറൊരു ആശുപത്രിയിൽ പോയി പരിശോധനകളൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് പരിശോധനകൾ കഴിഞ്ഞിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിശോധനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ജൂനിയർ ഡോക്ടർ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് അയച്ചു. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ അമ്മയോ മകളോ ഒന്നും പറയുന്നില്ല. ഈ കുട്ടിയുടെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ അമിതമദ്യപാനിയായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഇളയ സഹോദരിയും ഒരുമിച്ച് ഈ അമ്മയുടെ സഹോദരൻ താമസിക്കുന്ന ഒരു ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഇതാണ് ഈ കുട്ടിയുടെ പശ്ചാത്തലം. സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ ആശുപത്രിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള വാർത്തകൾ പ്രഖ്യാപിക്കണമെങ്കിൽ പലപ്പോഴും ഞങ്ങളെ ആശ്രയിക്കും. ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് രോഗി വരുന്നു, ഭാര്യയും ഭർത്താവും ആക്സിഡൻ്റ് ആയിട്ട് പല 2 ICU കിടക്കുകയാണ്, ഭർത്താവ് മരിക്കുന്നു. ഭാര്യയോട് ഈ വിവരം പറയണം, സൈക്കാട്രിസ്റ്റിന് കൺസൾട്ടേഷൻ പ്ലീസ്. അവൻ ഞങ്ങൾ പോയിട്ട് വേണ്ടത് പറയാം. ഈ പറച്ചിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷമം ഒരു വശത്ത്, പക്ഷെ ഇതിലൊരു പ്രോബബിൾ ചൈൽഡ് സെക്ഷൽ അബ്യൂസിന്റെ ഒരു എലമെന്റ് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിലൊരു വേറൊരു മെന്റൽ ഹെൽത്ത് തലം കൂടെ ഉണ്ട്. മറ്റൊരു മെന്റൽ ഹെൽത്ത് തലമുണ്ട്, ഒരു ഗ്രീഫിന്റെ വർക്കിന്റെ, അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രീഫ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു വർക്കിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അതിലും ഒരു മെന്റൽ ഹെൽത്ത് ഡയമെൻഷനുണ്ട്. അതും സൈക്കാട്രിസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം സൈക്കാട്രിസ്റ്റിന്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കുട്ടിയെ ഞാൻ വിളിച്ചു വരുത്തുന്നു, കുട്ടിയായിട്ടിരുന്ന് സംസാരിക്കുന്നു. കുട്ടി ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അപ്പൊ കുട്ടിയോട് ഞാൻ ചോദിച്ചു, കുട്ടി മോള് സയൻസ് ഒക്കെ വായിക്കാറില്ലേ? 9ൽ പഠിക്കുന്ന കുട്ടിയാണ്, വായിക്കാറുണ്ട്. പൊതുവായിട്ട് സ്കൂളിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം കുട്ടിയോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, മോളെ അത്യാവശ്യം ബയോളജി അറിയാലോ, ഒരു കുട്ടിക്ക് ഈ കുട്ടിയുടെ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മെനാർക്കി ഉണ്ടായതിനു ശേഷം പിന്നെ മാസമുറ ഉണ്ടായിട്ടില്ല, ആകപ്പാടെ മെനാർക്കി ഉണ്ടായിട്ടുണ്ട്. ആർത്തവം നിൽക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ എന്തൊക്കെ ആണെന്ന് ബയോളജിയിൽ മോള് പഠിച്ചിട്ടുണ്ടോ, മോൾക്ക് എന്തൊക്കെ ആണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഒരു ഇൻഫോർമൽ ടോക്കിന്റെ ഭാഗമായിട്ടാണ്. കുട്ടി ഒരു നിമിഷം നിശബ്ദയായി. ഒരു 4-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി, നിർത്താതെയുള്ള കരച്ചിൽ. ഒരു 15-20 മിനിറ്റോ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോള് കരഞ്ഞത്? പിന്നീടാണ് കുട്ടി കഥ പറയാൻ തുടങ്ങിയത്. സത്യത്തിൽ ഈ കുട്ടി ഈ അമ്മാവനാൽ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് പറയുന്ന ഈ സംഭവം പറയുന്നത് ഇതും ധാർമ്മികതയുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ധാർമ്മികത എന്നുള്ള തലത്തിൽ വരും. കാരണം വേണേൽ കുറ്റകൃത്യം എന്നുള്ള നിലയിലും കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു ധാർമ്മികത എന്നുള്ള തലത്തിലും വേണം ഇതിനെ കണക്കാക്കാം. ജോൺ ബാങ്കോഫിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇതും ധാർമ്മികതയുടെ പ്രശ്നമാവും. റേപ്പിലും ഇത് തന്നെയാണ് ഉണ്ടാവുക. ബലാത്സംഗത്തിലും നമ്മൾ ആദ്യമേ WHO ഡെഫിനിഷൻ പറഞ്ഞ ആ തലം വെച്ച് നോക്കുമ്പോൾ അതിലും ആ ഒരു കോയറേഷന്റെ അല്ലെങ്കിൽ അനിഷ്ടകരമായിട്ടുള്ള മറ്റൊരാൾക്ക് അസൗകര്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് പോകുന്നതുകൊണ്ട് അതിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ആളുടെ മാനസിക പ്രശ്നം ഒരു തലത്ത്, 2 ഈ ലൈംഗികതയുടെ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ മാനസിക പ്രശ്നങ്ങൾ മറ്റൊരു തലത്ത്. ഇത് രണ്ടും നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം പലപ്പോഴും ലൈംഗികതയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇതില് ഒരു മ്യൂച്വൽ
മ്യൂച്വാലിറ്റി അല്ലെങ്കിൽ രണ്ടാള് ഇടപെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഒരു തലം വരുന്നത്. ഇനി കേരളീയ സാഹചര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ, കേരളീയ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര സാക്ഷരരാണെങ്കിലും നമ്മൾ ഇപ്പോഴും ലൈംഗികതയിൽ വളരെ അടഞ്ഞ മനസ്സുള്ള ആളുകളാണ്. ഈ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വികലധാരണകളും ഒക്കെ ആവോളം മനസ്സിൽ ഇട്ടു നടക്കുന്ന ആളുകളാണ്. വ്യക്തിപരമായിട്ടുള്ള ലൈംഗികത തുറന്ന് ചർച്ച ചെയ്യാത്തവരാണ്. ഇതൊക്കെ ആണെങ്കിലും നമ്മളൊരു സൈബർ സംസ്ഥാനമാണ്. സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മൊബൈൽ കാർഡിലെ മെമ്മറി കാർഡിൽ ഇത്തരം ലൈംഗിക ബിംബങ്ങൾ ആവോളം സൂക്ഷിച്ചു വയ്ക്കുകയും പരസ്പരം കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലൈംഗിക ദൃശ്യങ്ങളുടെ ഒരു ധാരാളിത്തമുണ്ട്. അപ്പോൾ ഒരു തലത്തിൽ ഇതിന്റെ ധാരാളിത്തമുണ്ട്. വ്യക്തിഗതമായിട്ടുള്ള തലത്തിൽ ഇത് വളരെ അടിച്ചമർത്തപ്പെട്ട് തുറന്ന് ചർച്ച ചെയ്യപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. വളരെ പാരഡോക്സിക്കലായിട്ടൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുത്തശ്ശി കഥകളെക്കാൾ കൂടുതൽ പെൺവാണിപ്പ് കഥകൾ കേട്ട് വളരുന്ന കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ. എത്രയോ കുട്ടികൾ ലൈംഗികമായിട്ടുള്ള സൂചനകളുള്ള നൃത്ത ദൃശ്യങ്ങൾ റിയാലിറ്റി ഷോയിലൂടെ ആവിഷ്കരിക്കുന്നു. മുതിർന്ന ആളുകൾ കാട്ടുന്ന പലതും അത് ആവിഷ്കരിക്കപ്പെടുന്നു. അപ്പൊ ഈ തരത്തിൽ ഒരു പുതിയ കാലം നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഈ തരത്തിലുള്ള ഒരു വിരുദ്ധ ദിശയിലുള്ള രണ്ട് ചിന്താഗതികൾ ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അത് ലൈംഗികമായിട്ടുള്ള അരാജകത്വത്തിലേക്ക് പോകും. എപ്പോഴെങ്കിലും ഇത് പ്രാക്ടിക്കലാക്കണം, പ്രായോഗികമാക്കണം എന്നുള്ള ചില ചിന്തകൾ വരും. ഈ പ്രായോഗികമാക്കുന്ന ചിന്തകൾ പലപ്പോഴും അതിനിരയാക്കപ്പെടുന്നത് ദുർബലരായിട്ടുള്ള കുട്ടികൾ, ദുർബലരായിട്ടുള്ള സ്ത്രീകൾ, ചെറുത്തു നിൽക്കാൻ അത്രയധികം താല്പര്യം, അത്രയധികം കെൽപ്പ് കാണിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലേക്കാണ് പലപ്പോഴും ഈ തരത്തിലുള്ള ലൈംഗിക അരാജകത്വം ചെന്നെത്തുക. പത്രവാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വീടുകൾക്കുള്ളിലാണ് പലപ്പോഴും ഈ അരാജകത്വം കൊടികുത്തി വാഴുക എന്നുള്ളതും ഒരു ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. അപ്പൊ ഈ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾ കൂടുതലായി ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു കാലഘട്ടം വരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒട്ടേറെ ലൈംഗിക ബിംബങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ അകാലത്തിൽ തന്നെ കണ്ടും കേട്ടും ചർച്ച ചെയ്തും ഒക്കെ വളർന്നു വരുന്ന ഒരു കുട്ടിത്തമാണ് നമുക്കുള്ളത്. ഇതിന് കുട്ടിത്തം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് കൗമാരം തുടങ്ങുക അല്ലെങ്കിൽ എപ്പോഴാണ് പ്യൂബർട്ടി തുടങ്ങുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിൽ ശാരീരിക വളർച്ചകൾക്കപ്പുറം ഇവർക്ക് കിട്ടുന്ന ലൈംഗിക അറിവുകളുടെ തോത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൗമാരത്തിനെ കുറച്ച് പുറകിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഒന്ന്, ഈ തരത്തിലുള്ള ലൈംഗിക ബിംബങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മുതിർന്നവരുടെ തലമുറ അവരുടെ പ്രായോഗിക കാര്യങ്ങളിലേക്ക് വരുന്ന രീതിയിൽ ഇവർ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാഹചര്യം. രണ്ട്, ഈ കുട്ടികളിൽ തന്നെ ലൈംഗികമായിട്ടുള്ള ചില സാഹസികതകളിലേക്ക് പോകാനുള്ള ഉൾപ്രേരണകളും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. രണ്ടായാലും നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുട്ടിയുടെ മാനസിക വളർച്ചയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായിട്ട് ബാധിക്കാവുന്ന അനുഭവമാണിത്. ആ കുട്ടിയുടെ സമ്മതത്തോടെ ആണെങ്കിലും സമ്മതത്തോടെ അല്ലെങ്കിലും, രണ്ടായാലും ആ കുട്ടിയുടെ വ്യക്തിത്വത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ലൈംഗികമായിട്ടുള്ള ചൂഷണം എന്ന് പറയുന്നത്. പലരും മുതിർന്നു വരുമ്പോൾ വ്യക്തിത്വ വൈകല്യമുള്ളവരായി മാറും. അവരുടെ ലൈംഗികതയെ കുറിച്ച് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായി തീരുന്നു. അവരുടെ വൈകാരിക നിയന്ത്രണത്തിൽ തന്നെ ഒരുപാട് അപാകതയുള്ളവരായി മാറുന്നു. അവരുടെ വ്യക്തിബന്ധങ്ങൾ താറുമാറുള്ളവരായി വരുന്നു. കൃത്യമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് അടിമപ്പെടുന്ന ചില സാഹചര്യങ്ങൾ വരുന്നു. എന്താണ് ഇതിന്റെ പരിഹാരം? അപ്പോഴാണ് ഡോക്ടർ അബ്ദുൽ ബാരി പറഞ്ഞിട്ട് ഒരു കാര്യം വരുന്നത്, ലൈംഗിക വിദ്യാഭ്യാസം. ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ലൈംഗിക വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വരികയും ഒക്കെ ചെയ്തു. ആ തരത്തിലുള്ള പുസ്തകങ്ങൾ വരികയും ഒക്കെ ചെയ്ത കാലത്ത് അത്
ഇത്ര അശ്ലീലമായി പോയില്ലേ, അത്രയ്ക്ക് വേണോ, ആ പടം വേണോ, ആ ചിത്രം വേണോ, ഈ കാര്യം ഇങ്ങനെ പറയണോ, ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഉയർന്നു വരാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു? നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ മിനിമം സ്വന്തം ലൈംഗികതയെ കുറിച്ചിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ നമ്മുടെ ലൈംഗികതയെ കുറിച്ചിട്ട് ഒരല്പം കംഫർട്ട് സോൺ വന്നാൽ മാത്രമേ നമുക്ക് ഒരു കുട്ടിയെ നന്നായി ലൈംഗികമായിട്ട് ആ ബോധവൽക്കരണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ തരത്തിൽ ഒരു കംഫർട്ടബിൾ ലെവലിലേക്ക്, ലൈംഗികതയിൽ ഒരല്പം കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വിദ്യാഭ്യാസമായിട്ട് വരുന്ന ഏത് ചിത്രങ്ങളും ഏത് ആശയങ്ങളും ഇത് വേണോ എന്നുള്ള മട്ടിലാവും. അപ്പൊ എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഇത് പഠിപ്പിക്കാൻ പോകുന്ന ആളുകൾക്ക് നമ്മൾ ആദ്യം ഒരു കംഫർട്ട് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ ലൈംഗികതയെ കുറിച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആവുക. ഇങ്ങനെ ഒരു വികാരമുണ്ട്, ഇങ്ങനെ ഒരു ഭാവമുണ്ട്, ഇതിന് തലച്ചോറിൻ്റെയും ഹോർമോണിന്റെയും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലെ ചില ഘടകങ്ങളുണ്ട്, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു കംഫർട്ട് കൊടുത്താൽ മാത്രമേ പലപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസം സാധ്യമാകുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഈ ലൈംഗിക വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ കുട്ടികളുമായിട്ട് ഒരു ആശയവിനിമയത്തിന്റെ പാലം നന്നായിട്ട് വരണം. ഒരിക്കൽ ഇതുപോലൊരു സെമിനാറിൽ എങ്ങനെയാണ് കുട്ടികളോട് ഇത് പറയുക എന്ന മാതാപിതാക്കളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിന് ഞങ്ങൾ കൊടുത്ത മറുപടി ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ കുട്ടിയായിട്ട് നല്ലപോലെ ആശയവിനിമയം ചെയ്യുന്നുവെങ്കിൽ, ആ കുട്ടിക്ക് പറയാനുള്ളത് എന്തും കേൾക്കാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ മനസ്സിലുള്ള എന്ത് പൊട്ടത്തരവും വിളിച്ചു പറയാം, അത് കേൾക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ട് എങ്കിൽ, ആ തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ കുട്ടിക്ക് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും താനേ തുറന്നു വരും. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയോട് ഇത് തുറന്നു പറയാൻ ഒരു വിഷമം ഉണ്ടാവില്ല, ആ കുട്ടിക്ക് അത് കേൾക്കാനും ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പൊ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ആ ഒരു തലത്തിലുള്ള ഒരു ആശയവിനിമയമാണ്. ഞാൻ ഈ ആശയവിനിമയത്തെ കുറിച്ച് ഊന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈംഗിക ബന്ധത്തിലും ആശയവിനിമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈംഗിക ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈംഗികത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങളുണ്ട്. WHO ഡെഫിനിഷൻ വെച്ചിട്ടുള്ള പല ഉത്തരങ്ങളുണ്ട്. അത് സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇന്റിമസിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ബന്ധത്തിന്റെ പൂർത്തീകരണത്തിൽ ഒരു പാരസ്പര്യത്തിന്റെ ഒരു ഉയരങ്ങളിലേക്ക് പോകാനുള്ളതാണ്, ആഗ്രഹത്തിന്റെ ചിറവിലേറി ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വിഹുലതകൾ തേടി അവസാനം അതിന്റെ രതിമൂർച്ചയിലെത്തി പിന്നെ അതിന്റെ ആരോഹണവും അവരോഹണത്തിലേക്കും വരാനുള്ള ഒരു മഹത്തായിട്ടുള്ള കർമ്മമാണ്. ആ രീതിയിൽ കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു ചൂഷണാത്മകമായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കാം. അങ്ങനെ പല രീതിയിൽ അതിനെ കണക്കാക്കാം. നിങ്ങൾ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നിങ്ങളുടെ ലൈംഗികതയും അതിന്റെ പൂർത്തീകരണവും അതിന്റെ സന്തോഷവും അതുവഴി ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സംതൃപ്തികളും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ നല്ല ലൈംഗികത ഉണ്ടാകുന്നത് പോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങളുടെ ഒരു തോത് ഉണ്ടാകും. ലൈംഗിക പ്രശ്നങ്ങളുടെ തോത് എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നും നമുക്ക് അതിനെക്കുറിച്ച് കണക്കുകളില്ല. 2 പഠനങ്ങൾ ഞാൻ തപ്പിയെടുത്തതിൽ, ഒന്ന് അമേരിക്കയിൽ നടത്തിയിട്ടുള്ള പഠനമാണ്. അതിൽ 43% സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരുന്നു എന്ന് കണ്ടു. 31% ആണുങ്ങൾക്ക്. ഇംഗ്ലണ്ടിൽ നടന്ന ഒരു പഠനത്തിൽ 53% പുരുഷന്മാർക്കും 53% സ്ത്രീകൾക്കും 34% പുരുഷന്മാർക്കും ലൈംഗിക പ്രശ്നമുള്ളതായി കണ്ടെത്തി. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ തോത് കൂടുതൽ? കൗതുകകരമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വളരെ വളരെ പ്രധാനമായിട്ടൊരു ഘടകമാണ് ലൈംഗികമായിട്ടുള്ള സംതൃപ്തി. എത്ര പുരുഷന്മാർ സ്ത്രീയുടെ ആ ഒരു ബന്ധത്തിന്റെ അംശത്തിന് ആദരവ് കൊടുക്കുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഒരുപക്ഷെ ഉയർന്നു. അതുകൊണ്ടാവാം ഇത്രയധികം സ്ത്രീകൾ ലൈംഗിക പ്രശ്നങ്ങൾ ഉള്ളവരായിട്ട് മാറുന്നത്. ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആകെപ്പാടെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക ചില എനർജി, വിഗർ, പവർ ഗുളികകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ചില യന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യങ്ങളായിരിക്കും. ഇത് തുറന്നു പറയാനുള്ള മടിയുള്ളതുകൊണ്ട്,
ഇതൊരു ആരോഗ്യ പ്രശ്നമാണെന്ന് അംഗീകരിക്കാനുള്ള മടിയുള്ളത് കൊണ്ട്, ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ആണ് ഈ പരസ്യങ്ങൾ ഇത്ര കണ്ട് പെരുത്ത് വരുന്നത്. സത്യത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്ഷരസാക്ഷരരുള്ളവരാണ്. നമ്മുടെ അക്ഷരസാക്ഷരത ഒരു വശത്ത്, നമ്മുടെ ലൈംഗിക നിരക്ഷരത മറുവശത്ത്. അക്ഷരസാക്ഷരതയെ ഉന്നം വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങളിലൂടെ ലൈംഗിക നിരക്ഷരതയെ ചൂഷണം ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഈ പവർ ഗുളികകാരുടെയും അല്ലെങ്കിൽ എനർജി ഗുളികകാരൊക്കെ ഇപ്പോ പന്ത് കളിയെ സ്പോൺസർ ചെയ്യുന്നു, ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നു. ആ രീതിയിലേക്കാണ് അവർ വളർന്നു വരുന്നത്. കാരണം സ്വന്തം ഇണയോട് പോലും ഈ പ്രശ്നത്തിനെ കുറിച്ച് ആശയവിനിമയം ചെയ്യാതെ ഈ പവർ ഗുളികയും എനർജി ഗുളികയും വാങ്ങാനായിട്ട് നമ്മൾ ഓടുകയാണ്. കബളിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളോട് നമ്മൾ പറയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈ കച്ചവടം പൊടിപൊടിക്കുകയും ചെയ്യും. സത്യത്തിൽ ഇത്രയധികം രഹസ്യ സ്വഭാവം ഇതിന് വേണം. ഇത് തുറന്നു പറഞ്ഞ് ശാസ്ത്രീയമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയി പരിഹാരം കാണുക എന്നുള്ളത് തന്നെയല്ലേ ഇതിനുള്ള പരിഹാരം. ഈ ഒരു കാഴ്ചപ്പാട് വന്നിട്ടില്ല. ഒരുപക്ഷെ ലൈംഗികതയും മാനസികാരോഗ്യവും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു രഹസ്യ സ്വഭാവം കൊണ്ട് നിശബ്ദം സഹിക്കുന്ന, വഴിതെറ്റി ഓരോരോ സ്ഥലത്ത് പോയി വഞ്ചിക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് എത്രയോ പേർ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഡിസ്ഫങ്ഷൻസിനെ കുറിച്ചിട്ട് ഞാൻ പൊതുവെയായിട്ട് പറയാം. ഞാൻ അതിന്റെ എല്ലാ ഇതിലേക്കും പോകുന്നില്ല. സ്ത്രീകളുടേതായിട്ടുള്ള ഡിസ്ഫങ്ഷൻ ഉണ്ട്, പുരുഷന്മാരുടെ ഡിസ്ഫങ്ഷൻ ഉണ്ട്, ഉദ്ധാരണ ശേഷി കുറവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസയർ, എക്സൈറ്റ്മെന്റ്, ഓർഗാസം ആൻഡ് റെസല്യൂഷൻ. ഈ 4 ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലും പ്രശ്നം വരാം. ആഗ്രഹമില്ലാത്തവരൊന്നും ചെയ്യാൻ പറ്റില്ല. ആഗ്രഹമില്ലായ്മ പല കാരണം കൊണ്ട് വരാം. ഒരുപക്ഷെ ചെറുപ്പകാലത്തിലുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള വിഷാദ രോഗം പോലുള്ള അവസ്ഥകളായിരിക്കാം. ആ ഡിസയർ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ ഘട്ടത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അതിനുശേഷമുള്ള ഘട്ടങ്ങളിലുള്ള പ്രശ്നങ്ങൾ ആണ് ഉദ്ധാരണശേഷി കുറവ്, പെട്ടെന്നുണ്ടാകുന്ന സ്ഖലനം, അല്ലെങ്കിൽ രതിമൂർച്ച ഉണ്ടാവാത്ത അവസ്ഥ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേദനയുള്ള ലൈംഗിക ബന്ധം, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുമ്പോൾ പേശികൾ അതിവേഗത്തിൽ അത് സങ്കോച വികാസങ്ങൾക്ക് പോയിട്ട് ലൈംഗിക ബന്ധം അസാധ്യമാകുന്ന പ്രശ്നങ്ങൾ, ഫ്രിജിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, അവിടെയും ഡിസയറിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിനെല്ലാം പരിഹാരമുണ്ട്. പരിഹാരം എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന മാജിക്കൽ ക്യൂവേഴ്സ് ആണ്. ഈ മാജിക്കൽ ക്യൂർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ലൈംഗികതയിൽ വരുമ്പോൾ തലവഴി മുണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗുളികയോ ഒരു യന്ത്രമോ മേടിച്ചിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം. ശാസ്ത്രീയതയുടെ വഴി അതല്ല. ഇനി അടുത്ത പ്രശ്നം സെക്ഷൽ ഓറിയന്റേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഹോമോസെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഹോമോസെക്ഷുവാലിറ്റി മതപരമായിട്ടുള്ള ചില സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് അവരെല്ലാം ഭാവികളാണ്, ഒരുപാട് നരകത്തിൽ പോകേണ്ടവരാണ്, ഇങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രങ്ങൾ നമ്മളുടെ കാഴ്ചപ്പാടുകളിലും നിഴലിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരും ഇതിനെക്കുറിച്ച് പുറത്തു പറയില്ല. പുറത്തു പറയാതെ നിശബ്ദം സഹിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു ആധുനിക സങ്കല്പം ഇതൊരു വേറിട്ട ലൈംഗികതയാണ്. ആ വേറിട്ട ലൈംഗികതയെ അംഗീകരിക്കുകയും അവരെ ആ രീതിയിൽ ജീവിക്കാൻ, സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നമ്മുടെ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് അത് ചെയ്യുക. അത് ചെയ്യാത്തത് കൊണ്ട് ഈ വേറിട്ട ലൈംഗികതയുള്ള ആളുകൾക്കും ദോഷമുണ്ട്, സമൂഹത്തിനും ദോഷമുണ്ട്. ഞാൻ പലപ്പോഴും സമൂഹത്തിനുള്ള ദോഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി വീട്ടുകാരുടെ, നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യങ്ങൾ വെച്ചിട്ട് വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ഒരുപാട് അത്തരം അവസ്ഥകളും ഒരുപാട് അത്തരം പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ഓറിയന്റേഷൻ ഇതാണ്, എനിക്ക് ഒരു സ്ത്രീയുമായിട്ട് ബന്ധം പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു പുരുഷനുമായിട്ട് ബന്ധം പറ്റില്ല, എൻ്റെ ഒരു ലൈംഗികതയുടെ ഓറിയന്റേഷൻ ഇതാണ് എന്ന് തുറന്നു പറയാനും, ആ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയും അവനെ എല്ലാ ആദരവോടും കൂടിയിട്ട് ആ അവസ്ഥയിൽ നിൽക്കാനും അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപാട് ഹോമോസെക്ഷൽസ് കല്യാണം കഴിച്ചിട്ട് മറ്റൊരു സ്ത്രീക്കോ മറ്റൊരു പുരുഷനോ കഷ്ടപ്പാടുണ്ടാക്കി.
അപ്പൊ നമ്മുടെ തന്നെ ലൈംഗികതയുടെ കാഴ്ചപ്പാട് എന്തെല്ലാം അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊന്ന് ട്രാൻസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എനിക്ക് സവിശേഷമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ആശുപത്രിയിൽ ഒരു യൂറോളജിസ്റ്റ് ഒരു ട്രാൻസ്ജെൻഡർ പുരുഷൻ വന്ന് കാണുകയും സെക്സ് റീഅസൈൻമെന്റ് സർജറിക്ക് ചോദിക്കുകയും ചെയ്തു. അത് ചെയ്തു കൊടുത്തു. അത് പിന്നീട് പല ചാനലുകളിലും വന്നു, പല പത്രവാർത്തകളിലും വന്നു. അതിനുശേഷം ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് ഒരു 18ഓളം ട്രാൻസ്ജെൻഡേഴ്സ് വന്നു. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളായിട്ടിരിക്കുന്നവർക്ക് പറയാണ്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുരുഷനാണെങ്കിൽ എന്റെ ശരീരത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിലൊരു സ്ത്രീയാണ്, പക്ഷെ എന്റെ ഈ ശരീരം എനിക്കൊരു മിസ്ഫിറ്റ് ആണ്, ഇത് മാറ്റണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ ട്രാൻസ്ജെൻഡർ. അതിന് ആ സ്വത്വം, ഞാനൊരു പുരുഷനാണ് എന്നുള്ള എന്റെ സ്വത്വത്തിന് പകരം, ആ ഐഡന്റിറ്റിക്ക് പകരം എനിക്ക് തോന്നുന്നത് ഞാനൊരു സ്ത്രീയാണ്. അപ്പൊ ഇവരെല്ലാം നടക്കുന്നത് എന്റെ ഉള്ളിലുള്ള ആ ഒരു ജെൻഡർ ഐഡന്റിറ്റിക്ക് അനുസരിച്ചിട്ട് എന്റെ ശരീരത്തിനെ മാറ്റിമറിക്കണം, ഒരു സർജറി ചെയ്തിട്ട് എനിക്ക് സ്ത്രീ ആകണം എന്നുള്ള ആഗ്രഹത്തിലൂടെ നടക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. 18ഓളം ആളുകൾ വന്നതിൽ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ഒരു സത്യം, അതിൽ 12 പേര് സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. കേരള സാഹചര്യത്തിൽ 12 സ്ത്രീകളാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് റീഅസൈൻമെന്റ് സർജറി ഇവിടെ സാധ്യമാവും ഞങ്ങൾ കേട്ടല്ലോ എന്ന് പറഞ്ഞു വന്നത്. ഇതില് കേരളീയ സാഹചര്യത്തിൽ വളരെ സവിശേഷമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിൽ ഒരു 16 പേർക്കും ഇണകളുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഞാൻ സ്ത്രീയാണെന്ന് വിചാരിക്കുന്നത് എന്റെയാണ് പുരുഷനാണ്. ഈ 12 സ്ത്രീകളിൽ 10 പേർക്കും ഒരു ഫീമെയിൽ പാർട്ട്ണർ ഉണ്ടായിരുന്നു. ആ ഫീമെയിൽ പാർട്ട്ണർ സെക്സ് റീഅസൈൻമെന്റ് സർജറി ചെയ്തു കഴിഞ്ഞാൽ അവരോടൊപ്പം ജീവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സ്ത്രീകളായിരുന്നു. പക്ഷെ അവിടെ ചെയ്തിട്ടുള്ള 2 കേസിന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സെക്സ് റീഅസൈൻമെന്റ് സർജറി ചെയ്തിട്ട് നമ്മുടെ ഒരു സാമൂഹിക കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് വ്യക്തമായതോടുകൂടിയിട്ട് യൂറോളജിസ്റ്റ് ആ പരിപാടി നിർത്തി. കാരണം ഇവരെ ഈ റീഅസൈൻമെന്റ് സർജറി ചെയ്തു കഴിഞ്ഞിട്ട് ഈ സമൂഹത്തിലേക്കോട്ട് ഇറങ്ങി വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണില് ഈ കണ്ണാടി വെച്ചിട്ട് അവരെ കാണുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം വന്നു എന്നുള്ളത് കൊണ്ട് വേണ്ട, ഈ ഒരു സാഹസത്തിന് പോകണ്ട ഇനി എന്ന് പറഞ്ഞ് ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്ജെൻഡർ സർജറി ചെയ്തിട്ടുള്ള ആളുകളുടെ ഷോസ് ഉണ്ട്, ടിഫാനി ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോകളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ, അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റികളുള്ള സാഹചര്യങ്ങൾ അവർക്കതെല്ലാം സാധ്യമാവും. ഇനി ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ധാരാളം ലൈംഗിക ബിംബങ്ങൾ ലഭ്യമാണ്. ഇന്റർനെറ്റിൽ കയറിയാൽ കിട്ടും, മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡിൽ നോക്കിയാൽ കിട്ടും, അങ്ങനെയുള്ളത്. കേരളീയ സാഹചര്യത്തിൽ ഞങ്ങൾ പുതുതായിട്ട് കണ്ടുവരുന്ന ഒരു പുതിയ പ്രശ്നം, ഈ പോർണോഗ്രാഫിക് അല്ലെങ്കിൽ അശ്ലീല സാധനങ്ങൾ കാണുന്ന ആളുകളിൽ ഒരു 15% പേരെങ്കിലും ഒരു ബിഹേവിയറൽ അഡിക്ഷന് വിധേയരാകുന്ന ആളുകളാണ്. ഈ പോർണോഗ്രാഫിക് അഡിക്ഷൻ പോലുള്ള പുതിയ പ്രശ്നങ്ങൾ നമ്മൾ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നേരിടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അടുത്ത തലം ജെൻഡർ ഇഷ്യൂസ് ആണ്. സ്ത്രീയും പുരുഷനും ഉള്ള സാഹചര്യത്തിൽ ഈ ലിംഗനീതി എന്ന് പറയുന്നതിൽ എന്താണ് നമ്മുടെ സങ്കല്പം? നമുക്ക് എല്ലാവർക്കും അറിയാം, സമൂഹത്തിന്റെ ധാർമ്മികതയുടെ മൊത്തം ഉത്തരവാദിത്വവും നമ്മൾ സ്ത്രീകളെ ഏൽപ്പിക്കുകയാണ്. കാരണം ചാരിത്രം സൂക്ഷിക്കേണ്ട സ്ത്രീ, വീട്ടിൽ അവിഹിത ബന്ധത്തിൽ പോകാതെ നോക്കേണ്ട സ്ത്രീ. അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ റെസ്പോൺസിബിലിറ്റീസും സ്ത്രീകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പിന്നെ ലൈംഗികതയിൽ പോലും അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു അധീശത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു പവർ ഗെയിമിന്റെ ഒരു തലം നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ പവറിൽ എപ്പോഴും പുരുഷൻ തന്നെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ചില സങ്കല്പങ്ങൾ വരുന്നുണ്ട്. പുതിയ ലോകത്തിൽ ഒരു പക്ഷേ ഇതൊന്നും സാധ്യമാവില്ല. പുതിയ ലോകത്തിലെ ആണാധികളെ കുറിച്ച് പറയുമ്പം ലൈംഗിക പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന മാനസികാരോഗ്യ വിദഗ്ധർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പുരുഷൻ ലൈംഗിക ബന്ധത്തിന് ശേഷം ഭാര്യയ്ക്ക് തൃപ്തിയായോ എന്നൊന്നും നോക്കാതെ തൂക്കം വലിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ത്രീ. ലൈംഗിക കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെയേറെ അറിവുള്ള, വായിച്ചറിവുള്ള സ്ത്രീകളുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുമ്പോഴേക്കും ഭർത്താവിന് ലൈംഗികമായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യ തന്നെ നിർബന്ധിച്ചു കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് ഒരുപാട് ആണാധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണിൻ്റെതായിട്ടുള്ള ആധികൾ ഒരുപാട് വളർത്തിയിട്ടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഡ്രഗ് മാർക്കറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ യന്ത്രങ്ങളുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയാഗ്ര വിപ്ലവം വന്നു നമ്മുടെ സാഹചര്യത്തിൽ. ലൈംഗികതയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ ഒന്ന് എയ്ഡ്സിന്റെ വിപ്ലവമാണ്. അതോടുകൂടിയിട്ട് കോണ്ടത്തിനെ കുറിച്ചിട്ടുള്ള വലിയ പ്രചരണങ്ങളും സുരക്ഷിത ലൈംഗികതയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളും വന്നു. അതുപോലെ തന്നെ പിന്നീട് വന്നത് വയാഗ്ര വിപ്ലവമാണ്. അപ്പോൾ പുതിയ ലോകത്തിലെ ലൈംഗിക കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സ്ത്രീയെ നേരിടുക എന്നുള്ള ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് ഒരുപാട് പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഓവർ ദ കൗണ്ടർ എന്തുമാത്രം വിൽപ്പന പോകുന്ന മരുന്നുകളാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കാര്യേഷു മന്ത്രി എന്ന് പറഞ്ഞു തുടങ്ങി ശൈനേഷു വേശ്യ എന്ന് അവസാനിപ്പിക്കുന്ന ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾ മുൻകൈ എടുക്കുന്നതിനോട് അത്ര അനുകൂലമുള്ള ആളുകളല്ല. പലപ്പോഴും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ജിറ്ററിനെസ്സും ഒരുപാട് ഉത്കണ്ഠകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ഒരു സംശയത്തിന്റെ തലത്തിലേക്ക് പോലും പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലിംഗനീതിയിലും തുല്യതയാണ് സൂത്രവാക്യം. ലൈംഗികതയുടെ ഇതിലൂടെ വരുന്ന മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസിക അനാരോഗ്യം തടയൽ, ഇതെല്ലാം ലിംഗനീതിയിലൂടെ മാത്രമാണ് സാധ്യമാവുന്നത്. ദാമ്പത്യവും ലൈംഗികതയുമായിട്ടുള്ള ബന്ധങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ദാമ്പത്യ ബന്ധങ്ങൾ തകരാറുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും തകരണമെന്നില്ല. അതിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധത്തിൻ്റെതായിട്ടുള്ള അംശം ശക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെയും അത് തുഴഞ്ഞു പോയി വരും. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ അതുകൊണ്ട് ലൈംഗിക ബന്ധം അവതാളത്തിലാവുന്ന സാഹചര്യങ്ങളുണ്ട്. പകൽ മുഴുവൻ ഇതുപോലെ വഴക്കും ബഹളവും ഉണ്ടാക്കുന്ന ഒരാളുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് ഈ തരത്തിൽ പ്രതികരിക്കുക, ഈ തരത്തിൽ ഒരു നല്ല രീതിയിൽ പെരുമാറുക എന്ന് ചോദിക്കുന്ന സ്ത്രീകളും ഉണ്ട്. പുരുഷന്മാരുടെ കാര്യത്തിൽ പുരുഷന്മാരുമുണ്ട്. സ്ത്രീ ബഹളം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ തിരിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം മോശമാകുമ്പോഴും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ലൈംഗികതയെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയും, അതായത് കുട്ടികളുണ്ടാവുക എന്നുള്ളൊരു ഫംഗ്ഷനെ കുറിച്ച് പറയും. അപ്പൊ പുതിയ കാലത്തിലെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷന് ചിലപ്പോൾ ലൈംഗികതയൊന്നും വേണമെന്നില്ല. കാരണം എല്ലാം വേണേ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു വാടകയ്ക്ക് ഒരു ഗർഭപാത്രം എടുത്ത് നമുക്ക് വേണം കുട്ടികളെ ഉണ്ടാക്കാം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൈംഗികതയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. റിക്രിയേഷണൽ ഘടകങ്ങളുണ്ട്. എപ്പോഴാണ് നമുക്ക് മെച്ചപ്പെട്ട മാനസികാരോഗ്യം ഉണ്ടാവുക? ലൈംഗികതയെ എങ്ങനെ കണക്കാക്കുമ്പോഴാണ്? വർത്തമാനകാല ലൈംഗികതയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് സുഖാനുഭൂതിയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ലൈംഗികതയാണ് നമ്മുടെ ഇപ്പോൾ വർത്തമാനകാലത്തുള്ളത്. അതിന്റെ സൗന്ദര്യാത്മകമായിട്ടുള്ള തലത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. സുഖാനുഭൂതി കേന്ദ്രീകൃതമായിട്ടുള്ള ലൈംഗികതയിൽ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്? കോണ്ടം ഉപയോഗിക്കണം, എയ്ഡ്സ് വരരുത്. ഇനി അഥവാ അത് ഉപയോഗിച്ചില്ലെങ്കിൽ വൺ ഡേ പില്ല് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഗർഭം ഉണ്ടാവാതിരിക്കണം. ഗർഭത്തിന്റെ ഒരു ഭീഷണിയില്ലാത്ത ബന്ധമാവണം, എയ്ഡ്സിന്റെ ഭീഷണിയില്ലാത്ത ബന്ധമാകണം, ബന്ധത്തിന്റെ ബന്ധനങ്ങളില്ലാത്ത ബന്ധമാവണം. ഈ തരത്തിലുള്ള ഒരു സുഖാനുഭൂതി കേന്ദ്രീകൃതമായിട്ടുള്ള ലൈംഗികതയിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാലാന്തരത്തിൽ അശാന്തികളും അസ്വസ്ഥതകളും ഉണ്ടാകാം. നേരെ മറിച്ച് ബന്ധത്തിന്റെ ഊഷ്മളതയിലും പാരസ്പര്യത്തിന്റെ ആ ഒരു രസത്തിലും ഒക്കെ ഊന്നൽ നൽകിയിട്ടുള്ള ബന്ധം ആയാൽ, ചൂഷണാത്മകമല്ലാത്ത ഒരു ബന്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആവക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ശാരീരിക അസുഖങ്ങളുണ്ട്. പ്രമേഹ രോഗം പോലുള്ള അവസ്ഥകളിലെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. നമ്മുടെ ഒരു ജനറൽ മെഡിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഈ ലൈംഗികതയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചോദിക്കാറില്ല. കാരണം നമ്മൾ കംഫർട്ടബിൾ അല്ല. ഡോക്ടർ അജിത്ത് പറഞ്ഞ മാതിരി നമ്മളെ വന്ന് കാണുന്ന പ്രൈമറി കെയറിലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒപിയിലും വരുന്ന രോഗികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന രോഗാവസ്ഥകൾ കൊണ്ടോ ഒക്കെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. പലപ്പോഴും ഇതിനെ കുറിച്ചിട്ട് ചോദിക്കുകയും അതിനൊരല്പം ബോധവൽക്കരണം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. ഇതല്ല, ഒരല്പം അറിവ് കൊടുക്കുക. ഒരുപാട് ലൈംഗിക പ്രശ്നങ്ങളുടെ മൂല കാരണം ലൈംഗികമായിട്ടുള്ള അജ്ഞതകളാണ്.
ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, അല്ലെങ്കിൽ ആ വക പ്രശ്നം പറയുമ്പോൾ ഒരു മരുന്ന് മാറ്റി വേറൊരു മരുന്നിലേക്ക് മാറ്റി കൊടുത്താൽ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു വിമുഖത കൊണ്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു താല്പര്യക്കുറവ് കൊണ്ടോ അത് പഠിക്കാനുള്ള ഒരു അശ്രദ്ധ കൊണ്ടോ നമ്മളത് ചെയ്യാറില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ധാരാളം പേർ മെഡിക്കൽ ഒപികളിലൊക്കെ വരുന്ന ധാരാളം പേർ ചികിത്സയുടെ ഫലമായിട്ടോ രോഗത്തിന്റെ ഫലമായിട്ടോ ഒക്കെ ഉള്ള ലൈംഗിക പ്രശ്നങ്ങൾ നിശബ്ദം സഹിച്ചു പോകുന്നു. ഇതെല്ലാം മാറേണ്ടതാണ്. ലൈംഗികത തുറന്ന് പറയേണ്ട കാര്യമാണ്. അടിച്ചമർത്തപ്പെടുന്ന ലൈംഗികതയും പ്രശ്നമാണ്, അഴിച്ചുവിടുന്ന ലൈംഗികതയും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിവുണ്ടാക്കുക, ഇതിനെക്കുറിച്ച് തുറന്നു പറയാനുള്ളൊരു മനസ്സുണ്ടാവുക, അതിനെക്കുറിച്ച് ആശയവിനിമയം ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വന്തം ഇണയോടെങ്കിലും ഇത് പങ്കുവയ്ക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടാവുക, അതുവഴി ഒരു പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ വേണ്ടത്. ലൈംഗികത ചീത്തവാക്കല്ല, ലൈംഗികത ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.